കേരളത്തിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പലതരത്തിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് നാം പരിശോധിക്കേണ്ടത്. പണ്ടൊക്കെ നമുക്കറിയാം 10, 20, 30 വർഷം മുമ്പ് തന്നെ SSLC എഴുതുന്ന കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഇന്നും ഒരു SSLC പരീക്ഷ തുടങ്ങിയിട്ടുണ്ടല്ലോ. കേരളത്തിലെ 2014 ഏകദേശം 5.48 ലക്ഷം കുട്ടികളാണ് ജനിച്ചത്. 2024 ആയപ്പോൾ 4.34 ലക്ഷമായി. അതായത് 10 വർഷത്തിനിടയിൽ ഏകദേശം 1.86 ലക്ഷം കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികളുടെ എണ്ണം കുറഞ്ഞത് അതിനോടൊപ്പം തന്നെ നമ്മുടെ യുവാക്കളൊക്കെ പുറത്തേക്ക് പോകുന്നത്. പല കമ്പനികളും ഇപ്പോൾ പരസ്യം കൊടുക്കുന്നത് ഞങ്ങൾ ഇത്ര പേരെ പുറത്തെത്തിച്ചു എന്നാണ്. 250 പേരെ പുറത്തെത്തിച്ചു എന്ന് പറയുമ്പോൾ 250 കുടുംബങ്ങളിൽ അവിടെ കുട്ടികളില്ലെന്നും അവർക്ക് മുതിർന്നു കഴിയുമ്പോൾ അവരെ കാണാൻ, അവരെ നോക്കാൻ ആരുണ്ടാകും എന്നുള്ള ചോദ്യം പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോയ സ്ഥലത്തൊക്കെ ഇവർ തിരിച്ചു വരുന്നില്ല. പണ്ടൊക്കെ ഗൾഫിലായിരുന്നു പോരുന്നത്, ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലാകുമ്പോൾ തിരിച്ചു വരുന്നില്ല. ജനസംഖ്യാ വിദഗ്ധർ പറയുന്നത് 2035-36 ആകുമ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ തന്നെ ഏകദേശം ഒരു നിശ്ചലാവസ്ഥയിലെത്തുന്നത്. പിന്നെ അത് വളരില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഉള്ള യുവാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഇതിന് പല കാര്യങ്ങളുണ്ട്. അടുത്ത ലഹരി, എന്തുകൊണ്ട് കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു, അതിനുള്ളൊരു കാരണങ്ങൾ നമ്മൾ ലോകവ്യാപകമായി പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു കൂടെയുള്ള അവരുടെ ഒരു പ്രശ്നങ്ങൾ, അതായത് നമ്മൾ പിയർ പ്രഷർ എന്ന് പറയും. നമ്മൾ കൂടെ അടുത്ത് നിന്നിട്ട് നീ കഴിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, നീ ഒരാണാണോടാ, നിന്നെയൊക്കെ എന്തിനു കൊള്ളാം, അത്തരത്തിലുള്ള പിയർ പ്രഷർ. രണ്ടാമത് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലെ ഒരു എൻവയറമെൻറ്റാണ്. കുടുംബങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. കുടുംബത്തിൽ ഈ അച്ഛനും അമ്മയും കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാമോ? കുട്ടികളെ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ കൗമാരക്കാരൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളൊന്ന്, ഞാൻ ഈ ഒരു ആംഗ്യം കാണിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മാതാപിതാക്കൾക്ക്, കൗമാരക്കാരായ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അറിയാം. ഇത് അവർ വളരെ സാധാരണമായി വയ്ക്കുന്ന ഒരു ആക്ഷനാണ്. നമുക്കറിയാം, നമുക്ക് കുഞ്ഞുങ്ങളെ അറിയില്ല, അവർ കാണുന്ന സീരീസ് അറിയില്ല, അവർ സംസാരിക്കുന്നത് അവരുടെ ഭാഷ അറിയില്ല. സ്വാഗതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമോ? വൈബ് നമുക്കിപ്പോൾ കേട്ട് വന്നിട്ട് അപ്പോൾ കുട്ടികളിലേക്ക് നമ്മൾ എത്തുന്നില്ല. 3, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഇപ്പോൾ വിഷാദ രോഗമുള്ളവർ, സാമൂഹ്യ ഉത്കണ്ഠ രോഗമുള്ളവർ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അവർക്കൊരു താല്പര്യമുണ്ട്. ഇപ്പം പുതിയതായ ഒരു കാര്യം വരുമ്പോൾ താല്പര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ചില അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന പ്രചാരം തേടിയ ചില ശീതളപാനീയങ്ങൾ വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഇതൊരു പ്രാവശ്യം കുടിച്ചാൽ കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കുടിച്ചാൽ എന്താണ്, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ലഹരിയുടെ കാര്യത്തിൽ അത് പറ്റില്ല. ഒരു പ്രാവശ്യത്തെ ഉപയോഗം തന്നെ നിങ്ങളെ അടിമയാക്കിയെന്നിരിക്കും. പിന്നെ അടുത്ത പ്രശ്നമാണ് പെട്ടെന്ന് ഇത് കിട്ടുന്നു എന്നുള്ളത്. പെട്ടെന്ന് ഇത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ എവിടെയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കുകളിലുള്ളവരുമായിട്ട് സംസാരിച്ച് അവർ പറയുന്നത് ഏത് സമയത്തും എവിടെ വേണമെങ്കിലും സാധനം കിട്ടുന്ന ഇതിൽ ആക്സസ് ഉണ്ട്, ഇതിന് ലഭ്യത ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഇത് നമുക്ക് നേരിടേണ്ടതുണ്ട്. അടുത്തത് ഇവരുടെ ഈ പഠന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിവരെ പഠിപ്പിക്കും. നോക്കൂ, നമ്മളിപ്പോൾ ഈ ലഹരിയെ കാണുമ്പോൾ ലഹരിയുമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കാണേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തൊരു കുട്ടിയെ എല്ലാവരും കൂടി മർദ്ദിച്ച് കൊന്ന ഒരു നമ്മൾ കണ്ടല്ലോ. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഈ ഭാഗത്ത്, ഈ വലതുഭാഗത്ത് ഈ എല്ലിൻ കൂടിന് താഴെ ഇടിച്ചാൽ എന്താ സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമോ? ഞങ്ങൾ ഡോക്ടർമാർക്ക് അറിയാം. ഇവിടെ കരളുണ്ട്. നന്നായി 3-4 ഇടിയിട്ട് കഴിഞ്ഞാൽ കരൾ പൊട്ടാൻ, റപ്ചർ എന്നാണ് പറയുക, കരൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് രക്തപ്രവാഹത്തിലേക്ക് നയിക്കാൻ ആൾ കൊല്ലും. നമ്മൾ സിനിമയിൽ കാണുന്നത് ഇവിടെ ഒരു 5 ഇടി കിട്ടിയാലും 10 കിട്ടിയാലും നായകൻ എഴുന്നേറ്റ് വരികയാണ്. ഒരു തടിക്കഷ്ണം എടുത്ത് തലയിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ കുട്ടികൾക്ക് തരില്ല. അവിടെയാണ് സിനിമയുടെയും മറ്റ് മാധ്യമങ്ങളുടെയും പ്രാധാന്യം വരുന്നത്. പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന പലതരം മാനസിക പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അവരെ നിർബന്ധിക്കുന്നു. കുട്ടികളിലേക്ക് നമ്മൾ എത്തുന്നില്ല അത്തരം പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞ കുട്ടിക്കൊരു ലക്ഷ്യബോധം നമുക്ക് കൊടുക്കുക. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുന്നു, നിനക്ക് എന്താവാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ കുട്ടിക്കൊരു ലക്ഷ്യമുണ്ടോ? കുട്ടി എന്താ കാണുന്നത്? കുട്ടി കാണുന്ന സിനിമകൾ, കുട്ടി കാണുന്ന, നമുക്ക് ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ മാതൃകകളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മാതൃകകളുണ്ടോ? ആരാണ് മാതൃക എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് എനിക്ക് 5 ലക്ഷം കിട്ടുന്നുണ്ട്, മാസം 1 ലക്ഷം കിട്ടുന്നുണ്ട് എന്ന് പറയുകയും അതോടൊപ്പം 500 രൂപയും 1000 രൂപയും കടം ചോദിക്കുന്ന പല സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ജനിതകമായ കാര്യങ്ങളുണ്ട്, ജൈവശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ജൈവശാസ്ത്രപരമായ കാര്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ലഹരിയിലേക്ക് നയിക്കുന്നത്. ഈ ഓരോ കാര്യങ്ങളും നമുക്ക് നേരിടേണ്ടതുണ്ട്.